എന്റെ പ്രിയപ്പെട്ട മക്കളെ, വളരെ ഗൗരവപൂർവ്വം ഞാൻ പറയുകയാ, പലിശ നിഷിദ്ധമാണ്, പലിശ നിഷിദ്ധമാണ്, പലിശ നിഷിദ്ധമാണ്. വെറും നിഷിദ്ധമല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ രണ്ടിടത്ത് മാത്രമാണ് ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ അല്ലാഹുമായിട്ടും അവന്റെ റസൂലുമായിട്ടും യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊള്ളട്ടെ. അവർ യുദ്ധപ്രഖ്യാപനമാണ് നടത്തുന്നതെന്ന് പറഞ്ഞത് അതിലൊന്ന് പലിശയെക്കുറിച്ചാണ്, മറ്റേ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരോട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ പലിശയെ പറ്റി അല്ലാഹു ആ പലിശ വളരെ ഗൗരവമായിട്ട് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലുർ റിബാ അദ്ആഫൻ മുളാഅഫതൻ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ വത്തഖുൻ നാറല്ലതീ ഉഇദ്ദത് ലിൽ കാഫിരീൻ വഅതിഉല്ലാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ. അല്ലാഹു ഖുർആനിലൂടെ പറയുകയാ, പലിശയിൽ നിന്ന് നിങ്ങൾ പലിശ തിന്നരുതേ, നിങ്ങൾ പലിശ തിന്നരുതേ എന്ന് പറഞ്ഞിട്ട് പടച്ചവൻ പറയുന്നു വത്തഖുൻ നാറല്ലതീ ഉഇദ്ദത് ലിൽ കാഫിരീൻ. കാഫിരീങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഉണ്ടാക്കിയിട്ടുള്ള നരകത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണേ. പലിശ അത് വാങ്ങൽ മാത്രമല്ല സഹോദരന്മാരെ തെറ്റുള്ളത്, പലിശ കൊടുക്കലും തെറ്റാണ്. ആകിലുർ റിബാ വമൂകിലുഹു വകാതിബുഹു വശാഹിദുഹു കുല്ലുഹും ഫിന്നാർ. നബിയുനാ റസൂലുള്ളാഹി ലഅനല്ലാഹു ആകിലർ റിബാ വമൂകിലഹു വകാതിബഹു വശാഹിദഹു. നബിയുനാ റസൂലുള്ളാഹി അർരിബാ അശദ്ദു മിനസ്സിനാ. നബിയുനാ റസൂലുള്ളാഹി. പലിശ തിന്നുന്നവൻ, പലിശ കൊടുക്കുന്നവൻ, പലിശയുടെ കണക്കെഴുതുന്നവൻ, പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവൻ എല്ലാവരും നരകത്തിലാണ്. അബ്ദുൽ നാസർ മഅദനി പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി പറയുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾക്കത് കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിക്കളയാം. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും അസത്യം പറയാൻ വേണ്ടി നാവ് വളച്ചിട്ടില്ലാത്ത 1000 കൊല്ലം ജീവിച്ചിരുന്നെങ്കിലും ആ ചെഞ്ചുണ്ടുകളിൽ നിന്ന് സത്യമല്ലാത്തതൊന്നും ഒരിക്കലും പുറത്തേക്ക് വരുത്തിക്കാതെ സൂക്ഷിക്കുമായിരുന്ന സ്വാദിഖുൽ മസ്തൂഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പലിശ കൊടുക്കലും തെറ്റാണ്. അപ്പോ ലോൺ എടുക്കലോ നരകത്തിലാണ്, വണ്ടി സിസി ഇട്ടെടുത്തിട്ട് സിസി അടയ്ക്കലോ നരകത്തിലാണ്. ആരെങ്കിലും ഒന്ന് പറയണ്ടേ? അതുകൊണ്ട് പറയുകയാ, സിസി ഇട്ട് വണ്ടി എടുത്തിട്ട് സിസി അടയ്ക്കലോ നരകത്തിലാണ്. സ്വർണം പണയം വെക്കലോ, എന്റെ ഉമ്മമാരോട് എന്റെ പെങ്ങന്മാരോട് ദീനിന്റെ എല്ലാ സന്ദേശങ്ങളും ഏറ്റുവാങ്ങുന്ന ഒരുപാട് പ്രസംഗങ്ങൾ എപ്പോഴും കേൾക്കാറുള്ള തെന്നലയിലെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പെങ്ങന്മാരോട് ഹൃദയത്തിന്റെ ഭാഷയിൽ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മോന് ഗൾഫിലേക്ക് പോകാൻ ടിക്കറ്റിന് കാശ് വേണം, ഭർത്താവിന് ഗൾഫിലേക്ക് പോകാൻ ടിക്കറ്റിന് കാശ് വേണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അത്യാവശ്യത്തിന് പൈസ വേണം, സ്വർണ്ണ ഊരി അങ്ങ് കൊടുത്തിട്ട് ആ ബാങ്കിൽ കൊണ്ടുവച്ചിട്ട് നീ പണയം വെച്ചിട്ടെടുത്തോ മോനെ. തെറ്റാണ്, നരകത്തിലാണ്, നരകത്തിലാണ്, നരകത്തിലാണ്. ആകിലുർ റിബാ പലിശ തിന്നുന്നവൻ, മൂക്കിലുർ റിബാ പലിശ തീറ്റിക്കുന്നവൻ, കാത്തിബുഹു പലിശയുടെ കണക്കെഴുതുന്നവൻ, പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവൻ എല്ലാവരും നരകത്തിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാ. അപ്പൊ പണയം വെച്ചാൽ അതും നരകത്തിൽ പോകുന്നതിന് കാരണമാകുന്ന കാര്യമാണ്. പലിശയിൽ നിന്ന് അകന്നു നിന്നേ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരറിയണം, അല്ലാഹുവിന്റെ ഹബീബ് അങ്ങേറ്റം നിഷിദ്ധമാക്കിയ, അങ്ങേറ്റം തെറ്റാക്കിയ എത്രത്തോളം എന്നാൽ പലിശയ്ക്ക് 70 പാപങ്ങളുണ്ട്. അതിലേറ്റവും താഴെക്കടയിലുള്ള പാപം സ്വന്തം മാതാവിനോട് വ്യഭിചരിക്കുന്നതിനേക്കാൾ കഠിനമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ